ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ ഒരു ഇഫ്താർ സീരീസ് അല്ലെങ്കിൽ റംലാൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കരുതി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നും കട്ട്ലേറ്റ്, സമൂസ അല്ലെങ്കിൽ ചിക്കൻ കറി, പത്തിരി അങ്ങനെയാണല്ലോ റംലാനായ എല്ലായിടത്തും ഉണ്ടാവാറ്. അതിൽ നിന്നൊരു ചേഞ്ച് വരുത്തിയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് വെച്ചിട്ട് നമുക്ക് ഈ റമദാൻ മുന്നോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ചിക്കൻ പറുദീസയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇന്നൊരു പുഡിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. പുഡിങ് റമദാനിൽ ഉണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. ഇതൊരു സിമ്പിൾ എന്നാൽ അടിപൊളി പുഡിങ്ങാണ്. ഒരു പേരിടാത്ത പുഡിങ്ങാണ്. പക്ഷെ ഞാൻ ആദ്യം പറുദീസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കത് നോക്കാം. അപ്പോൾ ചിക്കൻ പറുദീസ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. എന്നും നമ്മൾ റമദാനിക്ക് എന്താ ഇട്ടുക, ആദ്യത്തെ ദിവസം ചിക്കൻ വാങ്ങും, എന്നിട്ട് അത് ചിക്കൻ മുളകിട്ട് വെച്ചിട്ട് പത്തിരി ഉണ്ടാക്കും. പിറ്റേ ദിവസം അതിൽ ബാക്കി വന്ന കറിയിൽ കുറച്ച് തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് ചിക്കൻ തേങ്ങ അരച്ച കറിയാക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഓരോക്കെ തോന്നട്ടെ, നമ്മളും കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത് കരുതട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് സിമ്പിളായിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ പറുദീസ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഇതാണ് മക്കളെ നമ്മുടെ താരം. ഇത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ കുത്തി കൊടുക്കുകയാണ്. ഇത് ബാച്ചിലേഴ്സിനും ഒറ്റയ്ക്ക് നിൽക്കുന്ന കുക്കിംഗ് വല്ലാതെ അറിയാത്ത ആൾക്കാർക്കും ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളതാക്കണില്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി. അപ്പം എല്ലാവരും നല്ലപോലെ കുത്തി കൊടുക്കണത് മസാല ഒക്കെ നല്ലപോലെ ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഗ്രീഡിയൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇതൊക്കെ നമ്മളെ വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ്. ഞാൻ ഈ ഒരു പാനിലാണ് കുക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇതിലോട്ട് ആദ്യം തന്നെ ഞാനിതാ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു നാരങ്ങൻ്റെ നീര് ഫുള്ളായിട്ട് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നാരങ്ങൻ്റെ നീര് ഞാനിവിടെ സ്ക്വീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതൊക്കെ ഈ ഒരു മിക്സിക്ക് ഒഴിച്ചതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ കുറച്ച് ഉപ്പുള്ളൂ ഇടുന്നു, കാരണം ഇതിൽ നമ്മൾ മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. 2 മാഗി ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മാഗി ക്യൂബും ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാല എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കനെ വെച്ച് കൊടുത്ത് എല്ലായിടത്തും മസാല എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുക്കല്ലോ, തേച്ച് പിടിപ്പിക്കണം. എന്തോ ഒരു ഇതിൽ മാറിയതാ. ഇനി ഇതിൻ്റെ കുറച്ച് ഈ ഫില്ലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലൊക്കെ നല്ലപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടുകയാണ് നല്ലത്. കൈക്ക് നല്ല നീരൊക്കെ ചെയ്യും. ഇങ്ങനെ നല്ലോണം ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് തന്നെ ഒരു 2 to 3 hour ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നൈറ്റിലൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇപ്പം നമ്മൾ നോമ്പിനൊക്കെ രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ കഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വൈകുന്നേരം ഒരു ബാങ്കിൻ്റെ ഒരു 1 hour മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ. ഇത് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കുക. ആ ഒരു ടൈമിൽ ഒരു കാര്യം കൂടി സെറ്റ് ചെയ്തെടുക്കാണ്ട്, ഇപ്പം ചിക്കൻ ഇത് അവിടെ വെച്ചിട്ടുണ്ട്, അതിനി ഫ്രിഡ്ജിൽ വെക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതൊക്കെ അരക്കല്ല കാഷ്യൂ നട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഒരു 2 to 3 hour ഒന്ന് വെള്ളത്തിലിട്ടിട്ട് സോക്ക് ആയിക്കോട്ടെ. അത് നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളതാണ്.
അത് വെക്കാം. ഇനി ഒരു 3 ഹവർ കഴിഞ്ഞിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാനൊരു 3 ഹവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചോളൂ. അല്ലെങ്കിൽ ഈ നോമ്പിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പിനൊക്കെ രാവിലെ തന്നെ ഇതൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ വൈകുന്നേരം ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 1 അവർ അല്ലെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് നൈറ്റിലാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളവർക്ക് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയാലും മതി. പക്ഷേ ആ ടൈമിൽ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ, നമുക്ക് നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാവുമല്ലോ. അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 5 മണി ആ ഒരു ടൈമിൽ ഇതൊക്കെ കുക്ക് ചെയ്യാൻ നിന്നാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് സോക്ക് ചെയ്യാനും വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പുഡിങ്ങിൻ്റെ കാര്യം നേരത്തെ പറയുന്നില്ലേ, ആ ഒരു പുഡിങ് കൂടി നമുക്ക് ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒരു സിമ്പിൾ പുഡിങ്ങാണ്. പേരൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും പേര് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ പേരിടാം. കാരണം ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഇത് നമ്മളെ ഓൺ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് വെറുതെ ചെയ്ത് നോക്കി അടിപൊളിയായ ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയോട് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പേരും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിലും പറഞ്ഞോളൂ, എനിക്കിഷ്ടമുള്ള പേര് ഞാനും വിടാം. അപ്പോൾ ഇതിന് ഭയങ്കര സിമ്പിളാണ്. ബ്രെഡും പിന്നെ അതുപോലെ കയ്യിലുള്ള ഏത് ബിസ്ക്കറ്റാണോ അതും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ പുഡിങ്ങാണ്. പക്ഷെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയതാണ്. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം അല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഇതാ ബോർബോണിൻ്റെ ബിസ്ക്കറ്റാണ് എടുക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. ഒരു ഗസ്റ്റ് വന്ന സമയത്ത് 4 പാക്കറ്റ് ഒരുമിച്ച് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ അത് വെറുതെ എന്തായാലും കഴിച്ച് കഴിയൂല, അപ്പോൾ അങ്ങനെ ഒരു പുഡിങ് ആക്കാമെന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തത്. അടിപൊളി. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യും. പിന്നെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ പുഡിങ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് രണ്ടും റേഷ്യോ മാറ്റി മാറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവരും നല്ല ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 പാക്കറ്റ് പാലും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതൊന്ന് കുറച്ച് പാലിതാ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്, കാരണം അത് കസ്റ്റാർഡ് കലക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് പാലും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് 2 സ്പൂൺ കസ്റ്റാർഡ് ഞാൻ കലക്കിയെടുക്കുന്നുണ്ട്. നല്ലോണം കട്ട കെട്ടാതെ ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. കട്ട കെട്ടാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കസ്റ്റാർഡ് ഇതാ പാലിൽ മിക്സ് ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസ്റ്റാർഡ് കലക്കിയത് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാല് തിളക്കണ ഒന്ന് നല്ല തിള വരുന്ന ഒരു സമയത്താണ് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടീസൊക്കെ നമുക്ക് കഴിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിൻ്റെ ബ്ലെൻഡറിലോട്ട് ഓൾമോസ്റ്റ് തിള വരുന്ന സമയമാകുമ്പോഴാണ് ഈ കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ പരിപാടീസും കഴിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ, ചെറിയ ബ്ലെൻഡർ ഉണ്ടല്ലോ പൊടിക്കണേ, അതെടുത്തിട്ട് അതിക്ക് നമ്മളെടുത്ത ബിസ്ക്കറ്റ്, ഞാൻ ഇവിടെ ബോർബോണാണ്, നിങ്ങൾ ഏതെടുത്തിട്ടുള്ള വെച്ചാൽ ആ ബിസ്ക്കറ്റ് ഇട്ടിട്ട് ഒന്ന് 2 ട്രിപ്പായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിലോട്ട് കുറച്ച് ബട്ടറും ആഡ് ചെയ്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് കൂടി ഒന്ന് റെഡിയാക്കി. കട്ട കെട്ടാതെ കസ്റ്റർഡ് ഒഴിക്കുമ്പോൾ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പാല് നല്ലപോലെ തിളക്കണ വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്യണത്. ഇതിൽ വേറെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യണില്ല, കാരണം ബോർബോണിലും അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് ഒരു ടിന്ന് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ടിന്നാണ്, അത് ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. പിന്നെ പാലും ഒക്കെ അത്യാവശ്യം മധുരമുള്ളതാണല്ലോ, അപ്പോൾ വേറെ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണില്ല കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക പറഞ്ഞാൽ നല്ലപോലെ തണുക്കൊന്നും വേണ്ട, നല്ല ചൂടൊന്നും ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ടൈമിൽ ഇതിൽ മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതാ ഇനി പുഡിംഗ് ട്രേ എടുക്കുക, അത് സെറ്റ് ചെയ്യുക. അപ്പോൾ ശരിക്കും പാൽ തിളക്കുന്ന ടൈം ഉണ്ടല്ലോ, അത്രയും ടൈം മതി. ആ ടൈമിൽ കുറച്ച് പരിപാടികളൊക്കെ കഴിച്ചാൽ പാൽ തിളക്കുന്ന ടൈമോട് കസ്റ്റാർഡ് കലക്കിയിട്ട് പാലിൽ നേരെ ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ബിസ്ക്കറ്റ് ഏതാണോ കയ്യിലുള്ളത് അതിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മിക്സിയിൽ കറക്കി പൊടിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കളഞ്ഞിട്ട് അതും റെഡിയാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ആ ഒരു ടൈമിൽ പാലും തിളച്ചിട്ടും അതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിനുള്ള മധുരവും ആഡ് ചെയ്തിട്ട് അതൊന്ന് വേറൊരു പാത്രത്തേക്ക് ഒന്ന് അരിച്ച് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് എന്താ പറയുക, നല്ലപോലെ കൂളാവൊന്നും വേണ്ട, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ചൂടാറിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ നല്ലപോലെ ചൂടാറിന് ശേഷം പുഡിംഗ് ട്രേയിൽ ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പുഡിംഗ് ട്രേയിൽ ഒഴിച്ചതിൻ്റെ ശേഷം പിന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് സെറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എഡ്ജസ് കളഞ്ഞു വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പുഡിംഗ് ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ട്രേ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് പാത്രത്തിലും പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പാല് തിളപ്പിക്കുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, കരിയാതെ നോക്കുക. ഇനി ഈ ഒരു ലെയറിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പാൽ കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അതാണിത്. അത് നല്ല പോലെ ഈ എല്ലാ ബ്രെഡും ഒന്ന് സോക്കാവണ പോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആ എഡ്ജസിലോട്ടൊക്കെ നല്ല പോലെ ഒഴിച്ചു കൊടുക്കുക. ചെറിയൊരു ചൂടിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ബ്രെഡൊക്കെ ആ ഒരു പാലിൻ്റെ മിക്സ് പിരിച്ചെടുക്കും. പ്രൊഫഷണൽ പുഡിംഗ് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഇത് കണ്ടാൽ ഈ മെത്തേഡ് തെറ്റാണെങ്കിൽ ഒന്നും പറയരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി. ഇനി എഡ്ജസ്റ്റിലും കൂടെ ഒന്ന് വെച്ചിട്ട് നിർത്താം കേട്ടോ. ഇനി സെക്കൻഡ് ലെയറായിട്ട് ഇതാ ഞാൻ നേരത്തെ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ബോർബോൺ ബട്ടർ ഇട്ടിട്ട് പൊടിച്ച് വെച്ചതുണ്ട്. അത് സെക്കൻഡ് ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഈ ലെയർ സെറ്റ് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഇങ്ങനെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഇതൊന്ന് ഇവിടെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയിൽ എൻ്റെ ലായ്ക്ക് എണീറ്റപ്പോൾ ഒന്ന് പോയതാണ്. അപ്പോൾ ബിസ്ക്കറ്റ് ഒരു ലെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കംപ്ലീറ്റ് ബിസ്ക്കറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടിയത്തെ ലെയറും ഈ മുകളിലത്തെ ലെയറും നല്ലപോലെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എനിക്കിത് വേണമെങ്കിൽ 2 ലെയർ ഇതന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ബ്രെഡ് ലെയറും കൂടി ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കൊക്കോ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അതിൻ്റെ പകരം ഇത് 2 ലെയറായി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മളെ ഇഷ്ടം പോലെ ചെയ്യുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ലെയറായിട്ട് നേരത്തെ പോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രെഡ് കൂടി വേണം അല്ലേ? ഒരു ബ്രെഡിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. ആ ഗ്യാപ്പ് കൂടെ ഈ പാലിൻ്റെ മിക്സ് ഇങ്ങനെ നല്ലപോലെ ഇറങ്ങിക്കോളും. അപ്പോൾ ഇതാ ഫൈനൽ ലെയറായിട്ട് കൊക്കോ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുട്ടികളൊക്കെ ഒരു 5 in 1 ടോട്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഫൈനലി അവർ 4 in 1 ടോട്ടേ പുഡിംഗ് ഈസ് റെഡി. ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് പേര് കിട്ടിയത്. 4 in 1 ടോട്ടേ സിമ്പിൾ ടേസ്റ്റി പുഡിംഗ്. ഓക്കെ, ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 4 to 5 hours ഒക്കെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഞാനിതിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ ലായ്ക്ക് എണീറ്റിട്ടുണ്ട്. ഞാനിത് ഫ്രീസറിലാണ് ഉള്ളത്, പക്ഷേ ഫ്രിഡ്ജാക്കി സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. എൻ്റെ ഫ്രിഡ്ജിൽ താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജാക്കിയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്. ഇനി ഒരു 4 to 5 hours കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനലൊന്ന് കാണാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ രാത്രി ആയിട്ടുണ്ട്, പുറത്തൊക്കെ നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 hour ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മൾ ചിക്കന്. അപ്പോൾ നല്ല മസാലയൊക്കെ എല്ലാ സൈഡിലും പിടിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ മസാല ആഡ് ചെയ്യുമ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടാണല്ലോ ഇത് മസാല ഇങ്ങനെ ഒഴിച്ചത്. അതിന് പകരം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യുക, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. ഞാനത് അപ്പം അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഇനി അത് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കുട്ടപ്പൻ ചിക്കന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു 45 minutes ഇത് കുക്ക് ചെയ്തെടുക്കാനുണ്ട്.
അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എല്ലാ ഭാഗവും പ്രോപ്പർലി കുക്കാവണ വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഓയിലാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാനിതാ ഇതുമ്മേ നല്ലോണം ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ട. നിങ്ങൾ എല്ലാം മിക്സ് ആക്കുമല്ലോ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ മസാലാസൊക്കെ മിക്സ് ആക്കാൻ ഞാൻ വെള്ളം യൂസ് ചെയ്തതിന് പകരം ഓയിൽ യൂസ് ചെയ്താൽ മതി. ഞാനതപ്പോൾ അത്ര കാര്യമാക്കിയില്ല, ശ്രദ്ധിച്ചില്ല, എനിക്ക് വിട്ടുപോയതാണ്. അങ്ങനെയാണ് നോർമലി ചെയ്യാറ്, പക്ഷേ ഇന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഇപ്പോൾ ഓയിലാക്കിയിട്ട് ഇത് പ്രോപ്പർലി ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് പിന്നെ അത് ഇടയ്ക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെയാണ് ഇതിന് ഏറ്റവും ക്ഷമ വേണ്ട ഒരു കാര്യം. ഇത് ഭയങ്കര സിമ്പിളാണെങ്കിലും നമ്മൾ ഭയങ്കര ക്ഷമയോടെ തന്നെ ചെയ്യേണ്ടതാണ്. മറ്റേ സൈഡൊന്നും കരിയാതെ ശ്രദ്ധിച്ച് കുക്ക് ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നല്ലപോലെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് കേട്ടോ. ഉള്ളിൽ കണ്ട നല്ല ആവിയൊക്കെ ഉണ്ട്, നല്ല പുകയൊക്കെ ഉണ്ട്, ഉള്ളിൽ നല്ല റിയാക്ഷനൊക്കെ നടക്കുന്നുണ്ട്. എന്തോ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന പോലെയല്ലേ, അത് കുക്കായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സോളം ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്തതിൻ്റെ കൂടെ കാഷ്യൂ നട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കാഷ്യൂ നട്ട്സ് ഒന്ന് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് സോക്ക് ചെയ്യാൻ വെച്ചത് ഞാൻ വാഷ് ചെയ്തിട്ട് വേറെ വെള്ളമാണ് കേട്ടോ. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. കാഷ്യൂ നട്ട്സ് ഇവിടെ നല്ലപോലെ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആണ് നമ്മുടെ മെയിൻ ടാസ്ക്. നമ്മുടെ ഈ ചിക്കൻ ഉണ്ടല്ലോ, ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഞാൻ എങ്ങനെ ചെയ്യാറെന്ന് വെച്ചാൽ ഓരോ 10 മിനിറ്റ്സിലും അല്ലെങ്കിൽ ഓരോ 15 മിനിറ്റ്സിലും ഇതിങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ്. നോർമൽ ചട്ടം കൊണ്ട് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അത് കാരണം ഞാനിങ്ങനെ നമ്മൾ ചോറൊക്കെ കോരുന്ന കോരി ഉണ്ടല്ലോ, അതും ഒരു കുഞ്ഞൊരു കയ്യിലും വെച്ചിട്ട് നോക്കുന്നുണ്ട്. എൻ്റെ ചിക്കൻ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. പിന്നെ എൻ്റെ പാന് കുറച്ച് ചെറിയ പാനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ കുറച്ച് പാനിനനുസരിച്ചിട്ടുള്ള ചിക്കൻ എടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ അനുസരിച്ചിട്ടുള്ള പാൻ എടുക്കുക. അപ്പോൾ എന്തായാലും മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും ഇത് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി നോക്കി നോക്കാം. ഒരു 10 മിനിറ്റ്സ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതാ ഒന്നും കൂടി ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം തന്നെ അത്യാവശ്യം നല്ലപോലെ കുക്കായ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. ഇനി ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മസാലാസ് ഒന്നും കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ആ ഗ്രേവി ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഉണ്ടോ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാലൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക, കാലിങ്ങനെ വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ലപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നല്ലപോലെ പിടിക്കട്ടെ. ഇത് ഒന്നും കൂടി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 35 മിനിറ്റ്സോളം കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇത് 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട് ഉണ്ടല്ലോ, കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റാണിത്. അത് നല്ലപോലെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഈ ഒരു കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റാണ് ഇതിനൊരു ക്രീമി ടെക്സ്ചറും ഇതിൻ്റെ എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റില്ലേ അതും കൊണ്ടുവരുന്നത്. ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുക. ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കണം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡിൽ ഉപ്പ് കൂടിപ്പോവും, ഒരു സൈഡിൽ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇനി ഇത് ഞാൻ ഒന്നും കൂടി ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാഷ്യൂ നട്ട് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ്. കാഷ്യൂ നട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഇനി ഇതിൽ കടന്നിട്ട് നല്ലോണം കുക്കാവട്ടെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മറിക്കണം. കുഴപ്പമൊന്നുമില്ല, ചിലപ്പോൾ ഇതിൻ്റെ കയ്യോ കാലോ ഒക്കെ ഒന്ന് പോരാൻ ചാൻസ് ഉണ്ട്, കാരണം നല്ലപോലെ കുക്കായതല്ലേ. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ആ കാഷ്യൂ നട്ട് എല്ലായിടത്തും ആക്കിയതിൻ്റെ ശേഷം ആ കാഷ്യൂ നട്ടിൻ്റെ ആ ഒരു മിക്സി കടന്നിട്ട് ഇതൊന്ന് നല്ല കുക്ക് ചെയ്തെടുക്കണം.
ഇതൊരു 10 to 15 മിനിറ്റ്സ് അത്രയും മതി. അപ്പത്തിന് അടിപൊളിയായി ഇത് കുക്കായി കിട്ടും. അപ്പം നമുക്കൊരു 15 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ? ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് തിരിച്ചിടലാണ്. കുറേ തിരി മറി കണ്ടിട്ട് കണ്ടങ്ങളും മറിച്ചിട്ട് ഞാനും കുഴങ്ങിയിട്ടുണ്ട്. ആദ്യം ചിക്കൻ പർദീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ അത് നല്ലൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യട്ടെ കേട്ടോ. ഗൈസ്, ഇനി എന്ത് വേണമല്ലേ മതിയില്ലേ. കാണുമ്പോൾ തന്നെ ഒരു മോസ്റ്റ് സാറ്റിസ്ഫൈങ് ടൈമാണിത്. ഗ്രേവി ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ പുഡിങ്ങും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ രാവിലെ ഉച്ചക്കൊരു 1 മണി ആ ഒരു ടൈമിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 മണി ആയിട്ടുണ്ട് നൈറ്റ്. അപ്പത്തിന് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പുഡിങ് ഞാനിങ്ങനെ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പുഡിങ്ങും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡും കഴിക്കാം. പുഡിങ് ഞാൻ കഴിക്കണില്ല, ഞാൻ ഷുഗർ കട്ടിലായതുകൊണ്ട്. ഇതാ പർദീസ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഞാനിതാ വെള്ളപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല പാലപ്പം പോലത്തെ വെള്ളപ്പം. അതിങ്ങനെ എടുത്തിട്ട് അടിപൊളി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ഞാനിവിടെ പൊറോട്ട, പത്തിരി, വെള്ളപ്പം എടുത്തിട്ടുണ്ട്. 3 ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിതാ പത്തിരി എടുത്തിട്ടുണ്ട്, പൊറോട്ട എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ നൈസ് പത്തിരി ഒത്തിരി കഴിച്ചോട്ടെ. കുറച്ച് ഗ്രേവി ഞാൻ മുകളിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേവി പീസിങ്ങനെ എടുക്കുക. ഇതിൻ്റെ ക്യാമറ നിന്ന് കഴിച്ചാൽ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇത്ര അടിപൊളി. അപ്പോൾ പിന്നെ ചിക്കൻ ഉണ്ടോ സോഫ്റ്റ് ഇങ്ങനെ ഇട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ പുഡിങ്ങും ഈ പർദീസ ചിക്കനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നോമ്പൊക്കെയാണ് വരാൻ പോണത്. ചിക്കൻ കറി തേങ്ങ അരച്ചതും തേങ്ങ ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും മോർ റെസിപ്പീസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പോയി കഴിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ.